എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കൊറോണയുടെ വാക്സിൻ എടുക്കാനുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകണേ. അപ്പോൾ ഇതുവരെയും വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുക, അതുപോലെ വാക്സിൻ എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് സ്ലോട്ട് ലഭിക്കാത്തവർക്ക് അതിൻ്റെ സ്ലോട്ട് ലഭിക്കാൻ വേണ്ടി അതെങ്ങനെ നമുക്ക് സ്ലോട്ട് കണ്ടെത്താം. ഇപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ കോവിൻ എന്ന് പറയുന്ന സൈറ്റിൽ കൂടെയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യണത്. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കണേ. ഇപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം കോവിൻ എന്ന് സെർച്ച് ചെയ്യണം. covid.government.in. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൻ്റെ മുകളിൽ കാണുന്ന രജിസ്റ്റർ ഓർ സൈൻ ഇൻ എന്നതിൽ നിൽക്കുമ്പോൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു പേജ് വരും. അവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക, ഗെറ്റ് OTP എന്നതിൽ നിൽക്കുക. അപ്പോൾ നമുക്കൊരു OTP ലഭിക്കും. അത് തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പം എനിക്ക് വന്നതാണ് OTP. ഞാൻ അവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ മെമ്പർ എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു പേജ് നമുക്ക് ഓപ്പണായി വരും. അതിൽ എഴുതിയിട്ടുണ്ട് ഒരു നമ്പർ ഉപയോഗിച്ച് 4 പേർക്ക് വരെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ വാക്സിനേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിന് താഴേക്ക് എഴുതിയിട്ടുണ്ട്. രജിസ്റ്റർ മെമ്പർ എന്നതിൽ നിൽക്കുമ്പോൾ ഫോട്ടോ ID പ്രൂഫ്, ID നമ്പർ, അങ്ങനെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്തു. അപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പർ, അതുപോലെ മെയില്, ഫീമെയില്, അതുപോലെ ജനനവർഷം എന്നിവ കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ എന്നതിൽ നിൽക്കുക. അങ്ങനെ ഓരോ മെമ്പറിൻ്റെയും ഡീറ്റെയിൽസ് നൽകി ഇതുപോലെ 4 പേരെ ആഡ് ചെയ്യാം ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച്. ഇപ്പോൾ ഞാൻ ഓൾറെഡി വാക്സിനേഷൻ എടുത്തതാണ്. അപ്പോൾ വാക്സിനേറ്റഡ് സെക്കൻഡ് ഡോസിൻ്റെ ഡേറ്റ് അവിടെ മുകളിൽ കാണിക്കും. അതുപോലെ താഴെയുള്ള സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇതുപോലെയുള്ള ഒരു പേജാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് കിടക്കുന്ന ആ ബട്ടണിൽ നിൽക്കുക. അതിനുശേഷം സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്നതിൽ നക്കി കേരള സെർച്ച് ചെയ്ത് അതുപോലെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ ഏതാണോ ഡിസ്ട്രിക്റ്റ് അത് കൊടുക്കുക. ഞാൻ എറണാകുളം കൊടുത്തു. അത് കഴിഞ്ഞ് സെർച്ചുമ്പോൾ നിൽക്കുമ്പോൾ ഏജ്, പിന്നെ ഫ്രീ ആണോ പെയ്ഡ് ആണോ, അതിൽ ഞാൻ 18+ എന്നുള്ളത് മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് താഴെ ഓരോ ഡേറ്റും ഉണ്ട്. ആ ഡേറ്റിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സ്ലോട്ടുകളൊന്നും അവൈലബിൾ അല്ല. സ്ലോട്ടുകളുണ്ടെങ്കിൽ അവിടെ എത്ര സ്ലോട്ട് ബാക്കിയുണ്ട് എന്ന ആ ഒരു കണക്ക് അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ സ്ലോട്ട് ബുക്ക് ചെയ്യാം. എന്നത്തേക്കാണോ നമുക്ക് വേണ്ടത് ആ സമയത്ത് സ്ലോട്ട് അവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും 8 മണി, രാവിലെ 8 മണി, ഉച്ചക്ക് 12 മണി, വൈകിട്ട് 4 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ പുതുതായി പുതുക്കിയ സ്ലോട്ട് വരുന്നതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഈ സൈറ്റിൽ കയറിയാൽ നമുക്ക് സ്ലോട്ട് കണ്ടുപിടിക്കാം.
പല ടെലഗ്രാം ചാനലുകളും ഉണ്ട്. നിങ്ങളുടെ ഏരിയയിലുള്ള വാക്സിനേഷൻ സ്ലോട്ടുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയിക്കാനുള്ള, എത്ര സ്ലോട്ടുകൾ ബാക്കിയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം യൂസറാണെങ്കിൽ ടെലഗ്രാമിൽ വെറുതെ വാക്സിൻ പിന്നെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഇത് ലഭിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സ്ലോട്ടുകളൊക്കെ കണ്ടെത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എഴുതുകയും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.